നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക്. ഇന്ന് നമ്മൾ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ്. ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നമുക്ക് സാരി ആയിട്ടോ ചുരിദാറായിട്ടോ ഗൗണായിട്ടോ ഒരു ലെഹങ്കയായിട്ടോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ്. ദുപ്പട്ടയായിട്ട് വരേണ്ട മെറ്റീരിയലിന് 2 സൈഡ് സ്കാലോപ്പ്, നല്ല ഒരു ത്രെഡ് വർക്ക്. ഇതാ ഇത് കണ്ട, എന്തൊരു മിക്സ് ആൻഡ് മാച്ച് വന്നിട്ടുള്ള ഒരു കളറുകളാണെന്ന് നോക്കൂ. കണ്ട, ഒരേ മെറ്റീരിയൽ, ഒരു തരം ക്രഷ്ഡ് ജോർജറ്റ് പോലെ വന്ന മെറ്റീരിയൽ. കളറൊക്കെ വളരെ പേസ്റ്റൽ, അങ്ങനെ ഇത് വരുമ്പോഴേക്കും വർക്ക് മെറ്റീരിയൽ, ഇതിൻ്റെ വർക്കിൽ വ്യത്യാസം വന്നു. സ്കാലോപ്പ് 2 സൈഡ് ഉള്ളി, ഒരു എന്താ റോസ് ഫ്ലവർ പോലെ വരുന്ന ഒരു ഡിസൈൻ. ഓൾ ഓവർ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ടയിലേക്ക്. ഇതിൻ്റെ വർക്ക് മെറ്റീരിയൽ ഇതാ ഇങ്ങനെ വരുന്നു, ക്രഷ്ഡായിട്ട് 1 സൈഡ് ബോർഡർ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് പണ്ട് കോട്ടയിൽ സാരി ഉണ്ടായി, യൂണിഫോം സാരി പോലെ. നല്ല കളർഫുള്ളാണ്. അത് അന്ന് സാരി ആയിട്ടാണ് നമ്മൾ ചെയ്തത്. ആ ഒരു ഡിസൈൻ തന്നെയാണ് നമ്മളിപ്പം റണ്ണിങ് മെറ്റീരിയലിലേക്ക്. അപ്പോൾ കൊച്ചുകുട്ടികളുടെ ഫ്രോക്ക് മുതൽ നമുക്ക് എന്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നോക്കിയേ, നല്ല ബ്ലൂ ഷെയ്ഡ്, ഒരു ഇതാ ടോപ്പ് ബോട്ടം ദുപ്പട്ട, ആ ഒരു രീതിയിലേക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു പ്രൈസ് റേഞ്ചും ഒരു 316 അങ്ങനെ പറഞ്ഞ ഒരു നോർമൽ റേഞ്ചാണ്. 2.5 മീറ്റർ ടോപ്പിനും 2.5 മീറ്റർ ദുപ്പട്ടയ്ക്ക്, ഒരു 2.30 ദുപ്പട്ടയ്ക്ക് മതി. ഇനിയിപ്പോൾ ലെഹങ്കയായിട്ടാണ് ചെയ്തെടുക്കുന്നത്, ഇതിന് ചെറിയൊരു ക്രോപ്പ് ടോപ്പാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക് മെറ്റീരിയലുകളുടെ നല്ല തിക്കായിട്ടുള്ള വർക്ക് മെറ്റീരിയൽ എടുത്തിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. വീണ്ടും ലാവൻഡർ കളറിലേക്ക്, ഈ ഫ്ലോറൽ ഡിസൈനിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വർക്കുകൾ നോക്കിയിട്ട് എടുക്കാം. ഇതിന് 2 സൈഡും 1 സൈഡാണ് ബോർഡർ വരുന്നത്. ദുപ്പട്ട വരുമ്പോഴേക്ക് ഈ രീതിയിൽ വരുന്നു. ഇതിൻ്റെ കളറുകളാണ് നല്ല ഭംഗിയുള്ള കളറുകളാണ് അല്ലേ. നെക്സ്റ്റ് ഒരു ഒലിവ് ഗ്രീൻ, നല്ല ഒലിവ് ഗ്രീൻ. ഇതൊക്കെ സ്റ്റേജിൻ്റെ ഡിസൈനിൽ വരണതിനനുസരിച്ച് നമുക്കിപ്പോൾ ഒരു മാമോദീസ വരുമ്പോഴാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നാട്ടിൽ വരുന്നവർ മുന്നേ പ്ലാൻ ചെയ്തിട്ട് ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ ആയിട്ട് ഉള്ള മെറ്റീരിയലാണ് നോക്കണമെങ്കിൽ നമ്മുടെ എടപ്പള്ളി സ്റ്റോറിലും ഉണ്ട്. ഈ ഒരു റണ്ണിങ് മെറ്റീരിയൽ അങ്കമാലിലും ഉണ്ട്. ക്രഷ്ഡ് ജോർജറ്റ് ബഡ്ജറ്റ് റേഞ്ചുമാണ്. ഈ ഒരു കളർ കോമ്പോ നല്ല രസമാണ്. അത് നമ്മളിപ്പം ഒരു സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ചില ഒരു തീം കൊടുത്തിട്ട് ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും ഒരു പൂ വരിക, ഒന്ന് വൈറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കളർ കോമ്പോ ആയിട്ട് നമ്മളുടെ ഒക്കേഷൻസിലേക്ക് ഒരു തീമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കളക്ഷനാണ്. ഈ ഒരു കളറ് കണ്ടോ, എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. ലെമൺ ഗ്രീൻ, അതിലോട്ടൊരു വൈറ്റ് കോമ്പിനേഷൻ. കളർഫുള്ളായിട്ട് ഓരോരോ ഒക്കേഷൻസ് നോക്കിയിട്ട് പേസ്റ്റിലും മനോഹരമായിട്ടുള്ള കളറുകളാണ്. അതാണ് ഈ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത. ഇത് ദുപ്പട്ട ഒണിയൻ പിങ്ക്, ഇത് റണ്ണിങ് മെറ്റീരിയൽ. ഡിസൈൻസിലുള്ള ചെറിയ വേരിയേഷൻ, വീതി കൂടിയത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, വീതി കുറഞ്ഞത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, ഒരു ഫ്ലോറലാണ് വേണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ആരി ത്രെഡിൻ്റെ തിക്കായിട്ടുള്ളൊരു വർക്കാണ് ഇത് വരണേ. റോസ് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് വീണ്ടും ആ ഒരു ബ്ലൂ കോമ്പിനേഷൻസിലേക്ക് വൈറ്റ്. ഇത് ദുപ്പട്ട വരുന്നു. ഇത് വർക്ക് മെറ്റീരിയൽ, ഇത് ദുപ്പട്ട. കുത്തിക്കൊള്ളാത്ത തരത്തിലുള്ള കുട്ടികളുടെയൊക്കെ ബേബി ഫ്രോക്സ് സെറ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് അതുപോലെ സെറ്റ് ചെയ്യാം. ഇത് നോക്കിയാൽ ആ ഗ്രീൻ, അയ്യോ, ഒരു ഹൽദിയൊക്കെ വരണ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ദുപ്പട്ടയാണ്, ഇത് വർക്ക് മെറ്റീരിയൽ. അപ്പോൾ ഇന്ന് നമ്മൾ റണ്ണിങ് മെറ്റീരിയലാണ് വീഡിയോയിൽ കാണിച്ചത്. ഒക്കെ ഒരു ബഡ്ജറ്റ് റേഞ്ച് വന്നിട്ട് 316 326 അല്ലേ. രണ്ടിനും 316 ആണ്. ദുപ്പട്ടയിലേക്ക് 2 സൈഡും വർക്ക് വരുന്നുണ്ട്, ചെറിയ ചെറിയ ബുട്ട വർക്ക് വരുന്നു.
അപ്പോൾ ഇത് വേണ്ടവർ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ 2 സ്റ്റോറുകളിലും ഈ റണ്ണിങ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും തന്നെ പുണോളിൽ സിൽക്സ് വിസിറ്റ് ചെയ്യുക, വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഓരോ രീതിയിലേക്ക് അതുപോലെ സെറ്റ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പോൾ ഒത്തിരി പേര് നമുക്ക് ഇവിടെ കൊച്ചിയിൽ വരുന്നവർ പറയുന്നുണ്ട്, ഇവിടെ വന്നത് ഞങ്ങൾക്ക് ഒത്തിരി ഉപകാരമായി, അങ്ങോട്ട് എങ്ങനെ എത്തുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ. അപ്പം നമ്മളിതാ കൊച്ചിയിലെത്തി ഓരോന്നായിട്ട് ഏറ്റവും പുതിയ കളക്ഷൻസ്. ഇപ്പോൾ ഇത് സീസണാണോ ഓഫ് സീസണാണോ ഇതൊന്നും നോക്കുന്നില്ല, നമുക്ക് ഡെയിലി എൻ്റെ ഗോഡൗൺ ഇപ്പോഴും കാലിയായിട്ടില്ല എന്നുള്ളതാണ്. 2 ഗോഡൗണിലാണ് നിറയെ സാധനങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പുണോളിൽ സിൽക്സ് 2 സ്റ്റോറുകളിലേക്ക് ഒപ്പമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് വെറൈറ്റി കളക്ഷൻസാണ് നമ്മുടെ 2 ഷോപ്പിലുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ മാക്സിമം സ്റ്റോർ വിസിറ്റ് ചെയ്യുക. താങ്ക്